നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ മാതാപിതാക്കളെയും ആശങ്കപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ചാക്കിനുള്ളിലാക്കി 7 വയസ്സുകാരനെ കടത്താൻ ശ്രമിച്ചതും മിഠായി നൽകി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതുമൊക്കെ. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമായിരിക്കെ രക്ഷിതാക്കളും സമൂഹവും വളരെയേറെ ജാഗ്രത പാലിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൊന്നോമനകൾ ഭിക്ഷാടന മാഫിയകളുടെയോ അധോലോകങ്ങളുടെയോ കൈപ്പിടിയിലാകും. നാളെ സ്കൂൾ തുറക്കുകയാണ്. നമ്മുടെ കൺവെട്ടത്തു നിന്ന് മറയുന്ന കുരുന്നുകളെ ലക്ഷ്യമിട്ട് അവരൊക്കെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പതിയിരിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1853 കുട്ടികളെ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഇക്കൊല്ലം ഏപ്രിൽ വരെ 50 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അന്യ സംസ്ഥാനക്കാരുടെ അടക്കം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് കേസില്ലാത്ത സംഭവങ്ങളും അനവധിയാണ്. തുമ്പില്ലാത്ത കേസുകളും ഏറെ. കാണാതായതിൽ ഭൂരിഭാഗം പേരെ തിരിച്ചു കിട്ടിയെങ്കിലും 2018 മുതൽ 2023 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം 60 കുട്ടികളെ ഇനിയും കിട്ടാനുണ്ട്. അതിൽ 42 ആൺകുട്ടികളും 18 പെൺകുട്ടികളുമുണ്ട്. 103 കുട്ടികളെക്കുറിച്ച് വിവരമില്ലെന്നാണ് അനൌദ്യോഗിക കണക്ക്. 2019 മുതൽ 21 കാലത്ത് 580 കുട്ടികളെ കേരളത്തിൽ നിന്ന് കടത്തിയെന്ന് കേന്ദ്രം പാർലമെന്റിൽ വെച്ച രേഖയിലുണ്ട്. 9-നും 17-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് കാണാതാകുന്നതിൽ അധികവും. പ്രണയിച്ച് ഒളിച്ചോടുന്നവരെ പോലീസ് കണ്ടെത്തി തിരിച്ചെത്തിക്കും. എന്നാൽ അവയവ വ്യാപാരം, തീവ്രവാദം, പെൺവാണിഭം എന്നിവയ്ക്കായി വിദേശത്തേക്കും, ബാലവേല, ലൈംഗിക ചൂഷണം, വ്യാജദത്ത് എന്നിവയ്ക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്കും കടത്തുന്ന കുട്ടികളെ കണ്ടെത്താനാവില്ല. ഏറ്റവും അധികം കുട്ടികളെ കാണാതായത് തിരുവനന്തപുരം റൂറലിലാണ്. ആൺകുട്ടികൾ ഏറെയും കാണാതാകുന്നത് മലപ്പുറത്താണ്. കുട്ടികളെ കണ്ടെത്താൻ SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സെല്ലുകളുണ്ട്. നാടോടികൾ, അപരിചിതർ എന്നിവർ നാട്ടിലും വീട്ടിലും എത്തിയാൽ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് മേൽ എപ്പോഴും ഒരു കണ്ണു വേണം. പൊതുസമൂഹം ജാഗ്രത പാലിക്കണം. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി 112-ൽ വിവരമറിയിക്കണം. എത്രയും വേഗം വിവരമറിയിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് നഗരമാകെ അടച്ചിട്ട് പരിശോധിക്കാൻ പോലീസിനാകും. തട്ടിയെടുത്ത കുട്ടികളുടെ കണക്കുകളൊക്കെ ഇങ്ങനെയാണ്. 2016-ൽ 154, 2017-ൽ 173, 2018-ൽ 182, 2019-ൽ 260, 2020-ൽ 195, 2021-ൽ 257, 2022-ൽ 279, 2023 191, 2024 112, 2025 ഏപ്രിൽ വരെ 50 പേർ. ഇത്രയുമാണ് ഈ കുട്ടികളെ കാണാതായ കണക്കുകൾ പുറത്തുവിടുന്നത്. ഇനി അനൌദ്യോഗികമായി തന്നെ അനവധിയാണ്. ഇനി പറയുന്ന നമ്പറുകൾ കയ്യിൽ കരുതാം. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, 112 എമർജൻസി പോലീസ് കൺട്രോൾ നമ്പർ, 1515 പിങ്ക് പോലീസ് കൺട്രോൾ നമ്പർ, 1091 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തട്ടിക്കൊണ്ടുപോകൽ ശ്രമമൊക്കെ വിഫലമായത് ആ കുട്ടികളെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. അപരിചിതരായ പലരിൽ നിന്നും മുട്ടായും മറ്റും മേടിച്ച് അവർക്കൊപ്പം പോകാതിരിക്കാൻ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞിനെ കണ്ടാലും ആ കുഞ്ഞിനോട് ഒരു കരുതൽ വേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ബീച്ചിന് സമീപം പുതിയ കടവിൽ 7 വയസ്സുകാരനെ പകൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായത്. സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനുമാണ് പിടിയിലായത്. കർണാടക മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി, ശ്രീനിവാസൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ബേപ്പൂർ സ്വദേശികളായ ഷാജുന്റെയും അനുഷയുടെയും 7 വയസ്സുകാരനായ മകനെയായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് കുട്ടി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വിഫലമാവുകയായിരുന്നു. ചാക്കിൽ കെട്ടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ കൂട്ടുകാർ കല്ലെറിഞ്ഞോടിച്ചു. ബീച്ചിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്ന 7 വയസ്സുകാരനെ നാടോടികൾ ചേർന്ന് പിടികൂടുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ചാക്കിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ കളിക്കുകയായിരുന്ന മറ്റു കുട്ടികൾ ബഹളം വയ്ക്കുകയും ഇത് ചെറുക്കുകയും ചെയ്തു. കൂടാതെ ബീച്ചിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി കുട്ടികൾ വിവരമറിയിച്ചു. എയ്ഡ് പോസ്റ്റിലെ പോലീസുകാർ ഓടിയെത്തി കുട്ടികൾ തടഞ്ഞുവെച്ച നാടോടികളെ 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കന്നഡയ്ക്ക് പുറമെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നവർ കൂടിയാണ് ഈ പിടിയിലായ 2 പേരും. കസ്റ്റഡിയിലെടുത്ത 2 പേരെയും കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പട്ടാപ്പകൽ ഇത്രയേറെ തിരക്കേറിയ ഈ ഒരു കോഴിക്കോട് ബീച്ചിൽ ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് വലിയ ആശങ്കയും ഭീതിയും പടർത്തിയിരുന്നു. സ്കൂൾ അവധിക്കായി പുതിയ കടവിലെ അമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു മുഹമ്മദ് റാസിൽ. കൂട്ടുകാരുമായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇവർ ചാക്കുമായി അടുത്തെത്തുകയായിരുന്നു. കുട്ടിയെ ബലമായി ചാക്കിലാക്കി ഇവർക്ക് നേരെ മറ്റു കുട്ടികൾ കല്ലെടുത്തെറിയുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഇരുവരും ചാക്കിനൊപ്പം കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവർക്ക് പിന്നാലെ തന്നെ കുട്ടികൾ ഓടുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇവരെ പിന്തുടർന്നു. തുടർന്ന് പരിസരത്ത് പട്രോളിങ്ങിനെത്തിയ പോലീസുകാരെ കുട്ടികൾ വിവരമറിയിക്കുകയും ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു.
കുട്ടികളുടെ സമയബന്ധിതമായ ഇടപെടൽ മൂലമാണ് കുട്ടിയെ ഉടൻ രക്ഷിക്കാനായതെന്നും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ മുമ്പ് കണ്ട് പരിചയമില്ലെന്നും നാട്ടുകാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീനിവാസനെതിരെ തൃശൂരും കോട്ടയത്തും മോഷണം പിടിച്ചുപറി കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇവറ്റകളെയൊന്നും നിയമത്തിന് വിട്ടുകൊടുക്കരുത്, സ്പോട്ടിൽ തീർക്കണം, അല്ലെങ്കിൽ ജീവിതകാലം വരെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിങ്ങളോടെ കണ്ണീർ വാർത്ത് ജീവിക്കേണ്ടി വരും. ആ സമയം ധൈര്യം സംബന്ധിച്ച് പക്വതയോടെ കൈകാര്യം ചെയ്ത് ഇളം മനസ്സിലെ കുഞ്ഞുങ്ങൾക്കാണ് സല്യൂട്ട് നൽകേണ്ടത്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ വീടിനുമകത്തും വീടിന് പുറത്തും സുരക്ഷിതരല്ല. ഭാഗ്യമാകാം ആ അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടി. എത്രയോ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിരോധിക്കാൻ മാത്രം ആരുമില്ല. ഭിക്ഷാടനം പൂർണ്ണമായി നിർത്തലാക്കി അവരെ ഇവിടെ നിന്നും തുരത്തുക തന്നെ വേണം. ദയവ് ചെയ്ത് ഈ നാടോടികളെ വിടരുത്. അവരെ ചോദ്യം ചെയ്ത് ബാക്കിയുള്ളവരെ കൂടി കണ്ടുപിടിച്ച് നാടിനെ രക്ഷിക്കണം എന്ന് പോലീസ് സേനയോട് ഒരു അമ്മ പോലും അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ പിന്നിൽ വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകും. ആരെയും വിടരുത്. ശക്തമായ അന്വേഷണം തന്നെ വേണം. നാട്ടുകാർക്ക് കുറച്ച് കൈകാര്യം ചെയ്യാൻ ഒരു അവസരം കൂടി കൊടുക്കണം. പിന്നീട് മതി നിയമത്തിന് കൊണ്ടുപോകുന്നത് എന്നാണ് ചിലരൊക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. ലോകം മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടി മോൻ കാരണം ആ ഒരു കുട്ടി രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലെ നിയമം അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. എത്രയോ കുട്ടികൾ കൊല്ലപ്പെടുന്നു, കാണാതാകുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ആ കുഞ്ഞു കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടു. അവർ ഇപ്പോൾ ജാമ്യം എടുത്തു പോകും, അല്ലാതെ എന്താകാൻ? ഇതൊക്കെയാണ് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നത്. ബുധനാഴ്ച വൈകിട്ടും നെട്ടൂരിലും സമാനമായ സംഭവമുണ്ടായി. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുത്തു. വൈകിട്ട് 6:30 10 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സ്കൂട്ടറിലെത്തിയ ഒരാൾ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച ഇയാൾ ആദ്യം കുട്ടികൾക്ക് മിഠായി നൽകി. എന്നാൽ ഒരു കുട്ടി ഇനിയും മിഠായി വേണമെന്ന് ഇയാളോട് പറഞ്ഞു. ഇതോടെ ഇയാൾ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന വാനിലേക്ക് മിഠായി എടുക്കാൻ പോയ തക്കത്തിൽ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂട്ടറിലെത്തിയ ആളും റോഡിൽ നിർത്തിയിട്ടിരുന്ന വാനിലുണ്ടായിരുന്നവരും ഒരു സംഘത്തിൽപ്പെട്ടവരാണെന്നാണ് ആരോപണം. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിട്ടും വ്യാഴാഴ്ചയാണ് പോലീസ് കേസെടുത്തതെന്നും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചുവെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. 2023 ഓയൂരിൽ 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിനെയും ഭാര്യ അനിതയെയും മകൾ അനുപമയുടെയും മുഖമൊക്കെ മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നുന്നില്ല. ഈ ഒരു വിഷയത്തോടെ കേരളത്തിൽ കുട്ടികളുടെ വിഷയത്തിൽ കുറച്ചൊക്കെ ജാഗ്രത ജനം കാണിച്ചു തുടങ്ങിയിരുന്നു. ഈ ഒരു നാടോടി സ്ത്രീയെ കണ്ടാൽ പോലും നമുക്കൊക്കെ ഭയമായിരുന്നു. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാനാണോ എന്നൊക്കെ. കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു സംഘം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇവർക്കൊക്കെ കുട്ടികളൊക്കെ ഒക്കത്ത് കാണും. എല്ലാവരുടെ കയ്യിൽ തന്നെ ഓരോ കുഞ്ഞുങ്ങളൊക്കെ കാണും. പക്ഷേ ഇവരൊക്കെ അർത്ഥബോധ അവസ്ഥയിലോ ബോധമില്ലാത്ത അവസ്ഥയിലോ ഒക്കെ ആയിരിക്കും. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും പിച്ച എടുപ്പിക്കുന്നുണ്ട്. ഇവർ 9 മാസമായ കുഞ്ഞുങ്ങൾക്ക് പോലും ആളുകളെ കാണുമ്പോൾ കൈകുപ്പി തൊഴുത് കാണിക്കും. അത്രയേറെ ട്രെയിനിങ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു ദയമില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ തല്ലും. ഇതൊക്കെ ഇവരുടെ സ്വന്തം കുഞ്ഞുങ്ങളാണെന്ന് പോലും സംശയമാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ KSRTC ബസ്സിലേക്ക് നാടോടി സ്ത്രീക്കൊപ്പം കയറിയ 3.5 വയസ്സുകാരി കണ്ടക്ടറുടെ കൃത്യമായ ഇടപെടൽ രക്ഷപ്പെട്ട വാർത്തയടക്കം പുറത്തു വന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിന് പോകുന്ന ചെങ്ങന്നൂർ ടിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റിലാണ് ഈ അടൂരിൽ നിന്ന് സ്ത്രീ കുട്ടിയെ കൊണ്ട് കയറിയത്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഈ കണ്ടക്ടർ അനീഷിന്റെ കയ്യിൽ കടന്നു പിടിക്കുകയും കണ്ടക്ടറുടെ സീറ്റിനരികിൽ ഈ കുട്ടി ഇടം പിടിക്കുകയുമായിരുന്നു. ഈ കുട്ടി മലയാളവും സ്ത്രീ തമിഴും സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ഈ ഒരു കണ്ടക്ടർക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പന്തളത്തിനടുത്ത് ഇറക്കി വിടാമെന്ന് കരുതിയെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്നൊരു സംശയം തോന്നിയപ്പോൾ ഈ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ സ്ത്രീയെയും കുട്ടിയെയും പോലീസിൽ ഏൽപ്പിച്ചത്. പിന്നീടാണ് ഇത് ഇവരുടെ കുട്ടിയല്ലെന്നും യഥാർത്ഥ അവകാശികൾ വേറെയാണെന്നും ഒക്കെ പോലീസിന് മനസ്സിലായതും പിന്നീട് യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി കുഞ്ഞിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ പല കുഞ്ഞുങ്ങളെയും ഇവർ കാണുന്നിടത്ത് നിന്ന് തന്നെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് പുറത്തു വന്നിട്ടില്ല. പലരെയും പല കാര്യങ്ങൾക്കായി എന്തിനേറെ പീഡനത്തിന് പോലും കുഞ്ഞുങ്ങളെ വിധേയരാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഘങ്ങളെ കണ്ടാൽ തല്ലി ഓട്ടിക്കണമെന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു മാഫിയ തന്നെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ ഏതൊരു മാതാപിതാക്കൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.